ആരാണി ഈ പട്ടിണി കഴിഞ്ഞാൽ പോയി കിടക്കുന്നു? ആരാണിയോ നീയാണീ പോയി കിടക്കുന്നത്? എന്റെ നാരായണി ഫോട്ടോ എടുക്കണം. ഇതാണ് ഇവത്തിലൊരു തകരാറ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പളേ പായുന്നു. എന്ത് ഇപ്പൊ പറഞ്ഞത് നോക്കട്ടെ. നാരായണി എന്റെ നാരായണി ഇന്നൊന്ന് വേഗം വാ. ഈ ഫോട്ടോ ഞാൻ ഇന്നൊന്നില്ല കാണുന്നത്. ഇത് കുറെ കാലയില്ലേ കാണാൻ വേണ്ടി തുടങ്ങിയിട്ട്. എന്റെ നാരായണി ഈ ഫോട്ടോ അല്ല. നമുക്ക് എല്ലാവർക്കും പോയി ഫോട്ടോ എടുക്കണം. ഇനി മുതല് നമ്മുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. 30,000 രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വരും. അതിന് നമുക്ക് പോയി ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ എടുക്കാനാ നിന്നോട് പറഞ്ഞു. ഇത് നീ മറ്റൊരു ഫോട്ടോ പിള്ളേർ നമുക്ക് വയ്ക്കുന്നു. ഇവേ പോയി റെഡി ആയിട്ട് വൈക്കല്ലേ വേം വരണം. വലിയ സംഭവമാക്കാൻ നിൽക്കണ്ട വേമ. എന്തൊക്കെ ആ ബാലു പറഞ്ഞോണ്ട് ഇപ്പൊ ഞാൻ ഈ സംഭവം അറിഞ്ഞത്. കാരണം 30,000 രൂപ ആരും കേട്ടിട്ടുണ്ടായി. 30,000 രൂപ വരെ ഇതിന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നത്. സർക്കാർ ഈ ലോകത്തിലെ കുപ്പായ പറ്റിയിട്ടായി നിന്റെ വീട് ഒഴിപ്പോകാൻ ആളും നമ്മളെ കാത്തിക്കാൻ. നമസ്കാരം. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ മലയാളത്തിന്റെ സുപ്രഭാതം പത്രത്തോടൊപ്പം പ്രചരിപ്പിക്കുന്നു ഒരു സംസ്കാരം. പ്രചരിപ്പിച്ച മക്കളെ ഞാൻ തിരക്കിട്ടു പോയി. നീ വന്നേട്ടാ. ഇന്നു മുതൽ ഞങ്ങളുടെ പത്രം 1 മാസത്തേക്ക് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. സൗജന്യമായി 2 പത്രങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ തമ്പോല കളിക്കാം. തബലയല്ല ചേച്ചി, തമ്പോല. ചേച്ചി, ഞങ്ങളുടെ പത്രം വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒരു ഫേഷ്യൽ ക്രീമും ഒരു സിം കാർഡും ഫ്രീ. ഓരോ സൗന്ദര്യം ഞാൻ വായിക്കാമേ. നീ പത്രകാര്യം പറ. അല്ല ചേട്ടാ, നിങ്ങൾ ഏത് പത്രമാണ് വായിക്കുന്നത്? ആരാണി നമ്മ വായിക്കുന്ന പത്രത്തിൽ കാണിക്കും. പത്രവും കടല്ലേ മക്കളെ? ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങളുടെ പത്രം നോക്കൂ. വാർത്തകൾ ആഘോഷമാക്കി മാറ്റുന്ന ഒരു പുതിയ സംസ്കാരം കേട്ടിട്ടില്ലേ? വരദാചാരിയുടെ തല. വരദാചാരിയുടെ തല. ചേട്ടാ, ആ തലക്കുള്ളിൽ എന്തുണ്ട്? എത്ര മുടിയുണ്ട്? അങ്ങനെ വാർത്തയും വിനോദവും ഇടകലർത്തിയ അവതരണ രീതി. വായിക്കുക, ആസ്വദിക്കുക, മറന്നു കളഞ്ഞേക്കുക. ഉദാഹരണത്തിന് നയൻതാരയുടെ വിവാഹ സദ്യയിലെ വിഭവങ്ങളെ കുറിച്ച്. അതല്ല, സുരന്തേച്ചിയുടെ കല്യാണ സാരിയുടെ മുന്താണിയെ കുറിച്ച് എന്തെങ്കിലും. ചേട്ടാ, ഒരു ഫീച്ചറിന് വേണ്ടിയാണ്. പറയൂ, നിങ്ങൾ ഈ ഭരണത്തിൽ നേരിട്ട നീതി നിഷേധങ്ങൾ. നീതി നിഷേധങ്ങളോ? ഫോട്ടോയും പേരും മുൻപേജിൽ അച്ചടിച്ചു വരും. നിങ്ങൾ ഈ ഭരണത്തിൽ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും. ഞങ്ങൾക്കോ ഈ ഭരണത്തിലോ ഞാനും ഞങ്ങൾക്ക് സ്വന്തമായ ഒരു വീട് വന്നു ഈ സർക്കാർ. അതും ഞങ്ങളുടെ പിന്നെ എന്ത് ദുരനുഭവമാണല്ലോ നിന്നോട് ഞാൻ പറയേണ്ടത്. എന്നാലും ചേച്ചി എന്തെങ്കിലും പറയൂ. സമ്മാനമുണ്ട്, ലെക്സ് സോപ്പ്. ഞാൻ എന്ത് മാറ്റാനി പറയണ്ടേ? ഞങ്ങളെ കുഞ്ഞിനെ പട്ടിണിയില്ലാതെ പറ്റുമണം കുട്ടി കഴിയുന്നത് ഈ സർക്കാർ 2 രൂപ അരി കൊണ്ടല്ലേ? അല്ല രവീജി പറ, പുറത്ത് കരിക്ക് 20-25 രൂപ അരി ഉണ്ടാകുമ്പോ 2 രൂപക്കല്ലേ നമുക്ക് അരി തരുന്നേ? പിന്നെ സോപ്പ് സമ്മാനമല്ല, ഒരു പാവം തരാഞ്ഞാലും
ഞാൻ ഈ സർക്കാരിനെ കുറ്റം പറയില്ല. പിന്നെ എന്തെന്ന് പറയേ? എന്നാണ് ചേട്ടാ നിങ്ങൾ ഈ സർക്കാർ ഓഫീസിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങൾ? അതല്ല, KSRTC ബസ്സിൽ സീറ്റ് കിട്ടാതെ കുറിച്ച് ഓ ഇപ്പൊ നിങ്ങൾ വന്ന് മനസ്സിലായത് അങ്ങനെ എന്റെ വായിന്ന് അറിയാതെ എന്തെങ്കിലും വീണിട്ട് വേണം അത് 8-ന് 16 ആക്കിയിട്ട് നിന്റെ പാത്രത്തിൽ രാവിലെ തന്നെ കളമ്പാൻ. ആ പരിപ്പൂടെ ഗോകുല മോനെ വിടാൻ നോക്ക്. ഞാൻ വീട്ടിൽ തിരക്കുണ്ട്. നീ ചേച്ചി സമ്മാനമുണ്ട്. ഷാമ്പൂ ഭൂമി തട്ടിപ്പറിച്ചും നീയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു തീരെ സംസ്കാരം പോണം. നമുക്ക് പോലെ പതിനെട്ട് നാളെ ബാബുവാ എന്തായി പോയ കാര്യം എന്തായി? എന്റെ പണം രക്ഷയില്ല ബോസ്, ഒരു രക്ഷയുമില്ല. ഈ സർക്കാരിനെതിരെ ഒരാളും ഒരക്ഷരം പോലും പറയുന്നില്ല. ജനങ്ങള് പറയുന്നത് 2 രൂപ കരി ലഭിച്ചതിനെ കുറിച്ചും വീട് നൽകിയതിനെ കുറിച്ചും കെട്ടുകണക്കിന് പണം അന്വേഷിച്ചിട്ട് വീട്ടിൽ ശരീരം പറഞ്ഞു. എന്നാലും ബോസ് ഞങ്ങൾ തിന്ന ചോറിന് നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കും. അതെ, ശൂന്യതയിൽ നിന്ന് വാർത്തയുണ്ടാക്കി ഈ സർക്കാരിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഞങ്ങളുടെ വിഷസൂചികളിൽ കൊടും വിഷം നിറച്ച് വാർത്തകൾ പടച്ചുകൊണ്ടേയിരിക്കും. തൊഴിലാളികൾക്കും കർഷകർക്കും വാരിക്കോരി കൊടുത്ത് പാവപ്പെട്ട മുതലാളിമാരെ ദ്രോഹിക്കുന്ന